ഇപ്പോൾ ഒരു സ്റ്റേജ് വൈസ് ആയിട്ട് ട്രീറ്റ്മെന്റ് പോകുമ്പോൾ സാർ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് മുൻപ് നമ്മൾ പറഞ്ഞു പല സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഈ ചികിത്സ നമ്മൾ കൊടുക്കുമ്പോഴും ആ സ്റ്റേജുകൾക്ക് അനുസരിച്ചിട്ടാണ് ചികിത്സകൾ നിർണ്ണയിക്കുന്നത്. അതായത് റെറ്റിനയിൽ ആദ്യം ചെറിയ രക്തക്കൊഴലുകൾക്ക് കേടുകൾ വരുന്നു. അപ്പോൾ അതിൽ കൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ആവുന്ന അവസ്ഥയിൽ നമ്മൾ സ്രോതോശുദ്ധികരമായിട്ടുള്ള അല്ലെങ്കിൽ സ്രോതോശോധനം ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ഒന്ന് ഈസി ആക്കി പറയുകയാണെങ്കിൽ, സ്രോതസ് എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു പൈപ്പെന്നോ കുഴലെന്നോ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുക അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ പ്രൈമറി, അതായത് രക്തക്കുഴലുകൾക്കാണ് പ്രശ്നം. അപ്പൊ അവിടെയുള്ള ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ ക്ലിയറിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, ഈ രക്തക്കൊഴലുകൾക്ക് കേട് വരുമ്പോൾ അതിലൂടെയുള്ള രക്തസഞ്ചാരത്തിന് തടസ്സം വരുന്നു. അതിനെ ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ചികിത്സകളാണ് ആ സ്റ്റേജിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഈ രക്തക്കൊഴലുകളിൽ തന്നെ ചില ഭാഗങ്ങളിൽ ഒരു വീർമത പോലെ വരും. ഇതിന് അനൂറിസം എന്നൊക്കെയാണ് പറയുക. ഈ സ്റ്റേജിൽ ഈ വീർമത ഉള്ള ഭാഗങ്ങളിലൂടെ ഈ രക്തക്കൊഴലിൽ നിന്ന് പുറമേക്ക് കുറച്ച് ഫ്ലൂയിഡ്, പ്രോട്ടീൻ, കൊളസ്ട്രോള്, ബ്ലഡ് ഇതൊക്കെ ലീക്കേജ് ആയി വരും ഈ വീർമതയുള്ള ഭാഗങ്ങളിലൂടെ. ഈ ഫ്ലൂയിഡ് ഈ റെറ്റിനയിലേക്ക് ഇതുപോലെ വാർന്നു വന്ന് റെറ്റിനയിൽ തന്നെ കാഴ്ചയെ പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഭാഗമായ മാക്കുലയിൽ വന്ന് അടിഞ്ഞുകൂടും. ഈ മാക്കുലയിൽ ഉണ്ടാവുന്ന ഈ നീർക്കെട്ടാണ് മാക്കുലർ എഡിമ എന്ന് പറയുന്ന കാഴ്ചയെ പെട്ടെന്ന് തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ നമുക്ക് അതിലുള്ള നീർക്കെട്ട് വലിച്ചു കളയുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ ചെയ്താൽ ഈ മാക്കുലർ എഡിമ കുറയ്ക്കാനും കാഴ്ചശക്തി നന്നായി വർദ്ധിപ്പിക്കാനും സാധിക്കാറുണ്ട്. അതിന് നമുക്ക് വളരെ എഫക്റ്റീവായ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, വളരെ ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട്. ഈ സ്റ്റേജുകളിലാണ് സാധാരണ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ ആന്റി-VEGF എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഇഞ്ചക്ഷനുകളൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പൊ പലപ്പോഴും നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് 3 ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. ചിലവർ 15 ഇഞ്ചക്ഷൻ വരെ ചെയ്തിട്ട് വരുന്ന ആളുകളുണ്ടാവും. ഇപ്പോഴും ചെയ്തതിന് ശേഷം വേണ്ട ഒരു മാറ്റം കിട്ടിയിട്ടില്ല എന്ന് ചിലവർ പറയാറുണ്ട്. ചിലർ പറയും ആദ്യത്തെ 2 ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ മാറ്റം കിട്ടിയിരുന്നു, വീണ്ടും കുറഞ്ഞു, വീണ്ടും ചെയ്തു, പലവട്ടം ചെയ്തു, പക്ഷെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പല രീതിയിൽ ആളുകൾ പറഞ്ഞു വരാറുണ്ട്. ഈ അവസ്ഥകളിലൊക്കെ നമുക്ക് മാക്കുല എന്നുള്ള ആ ഏരിയയിൽ നീർക്കെട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിച്ചു കളയാനും കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കാറുണ്ട്. ചില സ്റ്റേജുകളിൽ പല തവണ ഇഞ്ചക്ഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ നീർക്കെട്ട് പലവട്ടം വന്നിട്ടോ അത് പിന്നെ ആ ഭാഗങ്ങളിൽ ഒരു സ്കാർ പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ മാക്കുലർ ഡീജനറേഷൻ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള, പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്താൽ വേണ്ട ഇമ്പ്രൂവ്മെന്റ് കിട്ടാറില്ല. അത് നമുക്ക് മാത്രമല്ല, നമുക്കാണെന്ന പിന്നെയും കുറച്ചും കൂടി കിട്ടാറുള്ളത്. മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടാറുണ്ട്. എന്നാലും അതിനൊക്കെ വളരെ ഒരു പരിമിതമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടാറ്. വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് അടിഞ്ഞ് മാക്കുലയിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ കൃത്യമായിട്ട് ചികിത്സ ചെയ്താൽ നമുക്ക് കാഴ്ച നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ വീർമതയുള്ള ഭാഗങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോള്, പ്രോട്ടീൻ ഇതൊക്കെ ലീക്കേജ് ആയി വരും. ഇത് റെറ്റിനയുടെ പല ഭാഗങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന പോലെ നിൽക്കും. ഇതിനെയാണ് ഹാർഡ് എക്സുഡേറ്റ്സ്, സോഫ്റ്റ് എക്സുഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഈ അവസ്ഥയിൽ നമ്മൾ ആ കൊഴുപ്പിനെ അലിയിച്ച് ഇളക്കി കളയുന്ന രീതിയിലുള്ള ചികിത്സകളാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈ നീരുള്ള ഭാഗങ്ങൾ ആർട്ടറികളിൽ ഈ രക്തക്കൊഴലുകളിൽ കൂടി തന്നെ ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തം പുറമേക്ക് വാർന്നു വരും. ഇതും റെറ്റിനയിൽ പല രീതിയിൽ അടിഞ്ഞു നിൽക്കും. ഇതിന് ഡോട്ട് ഹാമറേജ്, ബ്ലോട്ട് ഹാമറേജ്, അതുപോലെ ഫ്ലെയിം ഷേപ്പ്ഡ് ഹാമറേജ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ റെറ്റിനയിൽ കാണും. ഈ കാണുന്ന അവസ്ഥയിൽ നമുക്ക് ആ രക്തത്തിനെ അലിയിച്ച് കളയുന്ന രീതിയിലുള്ള ചികിത്സകളാണ് ചെയ്യാറുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ഒരു എക്സ്റ്റേണലും ഇന്റേണൽ നമുക്ക് പല കഷായമായും ചൂർണങ്ങളായൊക്കെ ഉണ്ട്. എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് പലർക്കും എന്തൊക്കെയാണ് അവൈലബിൾ എന്ന് പോലും അറിയാത്തൊരു അവസ്ഥ ഉണ്ട് ഇന്നും നാട്ടില്. വളരെ വിചിത്രമാണത് കേരളത്തില്. അപ്പോൾ എന്താണ് അങ്ങനെ കണ്ണിന് സ്പെസിഫിക് ആയിട്ട് ചെയ്തു വരുന്ന ട്രീറ്റ്മെന്റ്? കണ്ണിന് ഈ സ്റ്റേജുകളിൽ നമ്മൾ അഞ്ജനം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. പലപ്പോഴും പലരും വിചാരിക്കുക കണ്ണിൽ ഒറ്റിക്കുന്ന മരുന്ന് എന്നാണ്. ഇത് ഒറ്റിക്കല്ല, ഇതൊരു ഡ്രോപ്പ് രൂപത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കണ്ണിൽ അതെ, അത് എഴുതേണ്ട രീതിയുമുണ്ട്. ആ രീതിയിൽ തന്നെ എഴുതണം. അതുപോലെ എഴുതുകയാണെങ്കിൽ ഇത്ര നീർക്കെട്ട് കണ്ണിലുള്ള വന്നിട്ടുള്ള നീർക്കെട്ടിനെ പുറമേക്ക് വാർത്ത് കളയാൻ, അതുപോലെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ വാർത്ത് കളയാൻ, കാഴ്ചയുടെ വ്യക്തത, സൂക്ഷ്മത ഇതൊക്കെ കൂട്ടാനും ഈ അഞ്ജന ചികിത്സകൾ വളരെ
ഫലപ്രദമാണ്. നല്ലത്. അത് നമ്മൾ ഈ സ്റ്റേജിനനുസരിച്ച് പല അഞ്ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഉപയോഗിച്ച് വരുന്ന കുറച്ച് അഞ്ജനങ്ങൾ എന്തൊക്കെയാവും അത് നമ്മൾ പ്രാക്ടീസില്? ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന അഞ്ജനങ്ങളുണ്ട്, ക്ലാസിക്കലായിട്ട് ഉപയോഗിക്കുന്ന അഞ്ജനങ്ങളുണ്ട്. ഇപ്പൊ കർപ്പൂരാദി അഞ്ജനം പറഞ്ഞിട്ടുള്ള അഞ്ജനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇളനീർ കുഴമ്പ് ചില കണ്ടീഷനുകളിൽ ഉപയോഗിക്കാറുണ്ട്, എല്ലാത്തിലും പറ്റുന്നതല്ല. അതുപോലെ ഹരിതാഞ്ജനം പറഞ്ഞ അഞ്ജനങ്ങളുണ്ട്, ലോഹാഞ്ജനം, ഇങ്ങനെ പല അവസ്ഥയ്ക്കനുസരിച്ച് പല അഞ്ജനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പാശുപത വർത്തി ഉപയോഗിക്കാറുണ്ട്, സുനേത്രി വർത്തി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പല അഞ്ജനങ്ങളും രോഗത്തിന്റെ സ്റ്റേജിനനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു ചികിത്സയാണ് നേത്രക്കിഴി. അതും വളരെ പ്രധാനമുള്ളതാണ്. കണ്ണിലെ നീർക്കെട്ട് ഒക്കെ വലിച്ചു കളയുന്നതിനും കാഴ്ചയുടെ ഇമ്പ്രൂവ്മെന്റ്, കാഴ്ച ശക്തിക്ക് കുറച്ചുകൂടി സൂക്ഷ്മത കിട്ടാനൊക്കെ വളരെ ഫലപ്രദമായി ചെയ്യുന്നൊരു ചികിത്സാ രീതിയാണ്. എന്താണ് മോസ്റ്റ്ലി എന്താണ് കിഴി കെട്ടുന്നത്? അതിനും നമ്മൾ മരുന്നുകൾ ഈ രോഗത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും പച്ച മരുന്നുകളായിരിക്കും, ചിലപ്പോൾ പൊടിച്ച പൊടികളായിരിക്കും. ഇത് തന്നെ ചിലപ്പോൾ യുക്തമായ ദ്രവദ്രവ്യത്തിൽ, കഷായത്തിലോ അല്ലെങ്കിൽ മോരിലോ മുക്കിയിട്ട് ചെയ്യുന്ന കിഴികളുണ്ട്. അതുപോലെ ചിലപ്പോൾ അതിൻ്റെ ആവി, ഇതിന് ഈ കഷായത്തിൽ നിന്ന് വരുന്ന ആവി കൊണ്ട് ചൂടായിട്ടുള്ള കിഴികളുണ്ടായിരിക്കും പിടിക്കുക. അതൊക്കെ ഈ രോഗത്തിൻ്റെയും അതിൻ്റെ കണ്ണുകളിൽ ഉണ്ടാവുന്ന സ്റ്റേജിനും അനുസൃതമായിട്ടാണ് ഇതിൻ്റെ ചൂട്, മരുന്നുകൾ അതെല്ലാം സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചികിത്സാ രീതിയാണ് വിടാലകം, അല്ലെങ്കിൽ മരുന്ന് അരച്ച് കൺപോളകളിൽ പുരട്ടിയിടുന്ന ഒരു രീതിയാണ്. ഇതും കണ്ണിലുള്ള നീർക്കെട്ട്, ബ്ലീഡിങ് ഇതൊക്കെ കുറയ്ക്കാൻ വളരെ ബോഡിയിലേക്ക് ബ്ലീഡിംഗ് ഒക്കെ വന്ന് വരുന്ന സഡൻ പെയിൻ, വിഷൻ ലോസ് ഒക്കെ വന്ന ആൾക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഈ ഉൾപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത്. പുറംപട എന്ന് പറയുന്നത് ഇതിനെ പുറംപട, ഈ പിണ്ടി, പുറംപട, ഇങ്ങനെ പല രീതികളുണ്ട്. ഈ വിടാലകം എന്ന് പറയുന്നതാണ് ഈ പുറംപട, അതിന് മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ ഈ മരുന്നുകൾ നമ്മൾ അരച്ച് ഉരുട്ടി ഒരു ബോളസ് പോലെ ആക്കിയിട്ട് കണ്ണിൽ കെട്ടിവെക്കും. ഇതിനെ പിണ്ടി എന്നുള്ള ചികിത്സാ രീതിയായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതിന് നമ്മൾ തഴി എന്നുള്ള വാക്കും ഉപയോഗിക്കാറുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ വിട്രിയസ് ബ്ലീഡിങ് അധികമുള്ള സമയങ്ങളിൽ കണ്ണിൽ പെട്ടെന്ന് ബ്ലീഡിങ് നിറഞ്ഞ് കാഴ്ച കുറയുന്ന അവസ്ഥയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചികിത്സാ രീതിയാണ് തക്രധാര. തലയിൽ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഇത്. കണ്ണിലേക്കും വളരെ ഫലപ്രദമാണ്. പിത്തത്തിനെയും രക്തത്തിനെയും ശമിപ്പിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. കഫത്തിന്റെ ആവരണത്തെ മാറ്റും. രൂക്ഷത കൊണ്ട് കഫത്തിന്റെ ഒരു ആവരണത്തെ മാറ്റും. ശീതം ആണ് അത്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി തക്രധാരയ്ക്കുണ്ട്. അത് നമ്മൾ ഔഷധം കൃത്യമായിട്ടുള്ള രോഗത്തിനനുസൃതമാക്കി ഉണ്ടാക്കിയിട്ടുള്ള കഷായം, അതുപോലെ തന്നെ ഔഷധം ഇട്ട് കാച്ചിയെടുത്ത പാലിൽ നിന്നുണ്ടാക്കുന്ന മോര്, ഇത് രണ്ടും ചേർത്തിട്ടാണ് ഈ തക്രധാര ചെയ്യുന്നത്. അതിൽ ചേർത്തുന്ന മരുന്നുകൾ രോഗത്തിനനുസരിച്ച് മാറ്റാറുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു ചികിത്സാ രീതിയാണ് തലപൊതിച്ചില്. മരുന്നുകൾ ഇതേപോലെ യുക്തമായ ദ്രവദ്രവ്യത്തിൽ അരച്ച് തലയിൽ പൊതിഞ്ഞ് കെട്ടിവെക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. മറ്റൊരു ചികിത്സാ രീതിയാണ് നേത്രധാര. ഇത് പല രീതിയിൽ നമ്മൾ പല മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ രോഗത്തിന് അനുസൃതമായിട്ടുള്ള കഷായം ഉണ്ടാക്കിയിട്ട് ചെയ്യും. അതുപോലെ തന്നെ പലപ്പോൾ പച്ചമരുന്നുകൾ ചതച്ചെടുക്കുന്ന നീരുകൾ കൊണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ മരുന്നുകൾ ഇട്ട് പുഴുങ്ങിയെടുക്കുന്ന ക്ഷീരം കൊണ്ട് ചെയ്യും. ഈ രീതിയിലെല്ലാം നേത്രധാര ചെയ്യാറുണ്ട്. ലിക്വിഡ് വെച്ചിട്ട് ധാര കോരുക എന്നുള്ള ഒരു പ്രോസസ്സ് വരുന്നത്. അതെ. ഇതുവഴി നമുക്ക് കണ്ണില് ഈ രോഗത്തിന് കാരണമായിട്ടുള്ള ദോഷങ്ങളിലെ പുറമേക്ക് വാർത്ത് കളയുന്ന ഒരു ചികിത്സാ രീതിയാണ് നേത്രധാര. അത് സാറിന് ട്രഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ ഒത്തന്റിക് ആയ മെത്തേഡ്സും ഫോളോ ചെയ്യുന്നുണ്ട്. അതെ, ആ രീതികൾ കൂടി നമ്മൾ ഇവിടെ അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു രീതിയാണ് നമ്മൾ ഈ പ്ലാവില കുമ്പിൾ കുത്തിയിട്ട് അതിന് നടുവിലൊരു ഹോള് വെച്ച് ഇതിൽ ഈ മരുന്ന് കോരിയെടുത്ത് കണ്ണിലേക്ക് ഒഴുക്കുന്ന ഒരു രീതി. അത് ഈ മരുന്ന് വീഴുന്നതിന്, അതിന്റെ ഹൈറ്റിന് ഒക്കെ പ്രാധാന്യമുണ്ട്. അതിന് ഇതിൽ കൂടി, ഈ ഹോളിൽ കൂടി വീഴുന്ന മരുന്ന് നൂൽപാകത്തിൽ വീഴണം എന്നാണ് പറയുന്നത്. അതായത് തിൻ സ്ട്രീമായിട്ട് വേണം, അത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടും വീഴരുത്. അതുകൊണ്ട് അങ്ങനെ തിൻ സ്ട്രീമായിട്ട് നമ്മളെ കടക്കണ്ണിലേക്ക് തുടർച്ചയായിട്ട് വീഴ്ത്തുകയാണ് വേണ്ടത്. അതെ. ഇത് 21 തവണ, 51 തവണ, 101 തവണ, ഇങ്ങനെയൊക്കെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ വേണ്ട ഒരു സമ്മർദ്ദം, ആ പ്രഷറൊക്കെ കൃത്യമായിട്ട് അന്നേ ആചാര്യൻ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ധാര ചെയ്യുമ്പോൾ നമ്മൾ 2 അങ്കുലം ഹൈറ്റില്, അത് ഏകദേശം 3 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഈ കടക്കണ്ണിൽ നിന്നും ഹൈറ്റിൽ പിടിക്കാൻ പാടുള്ളൂ. അതുപോലെ മരുന്ന് വീഴുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ചിട്ടായിരിക്കണം. മരുന്ന് വീണ് തുടങ്ങുമ്പോൾ പതുക്കെ നമുക്ക് ബ്ലിങ്ക് ചെയ്യാം. അങ്ങനെ അപ്പോൾ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഈ മരുന്ന് വീണുകൊണ്ടിരിക്കുമ്പോഴും പതുക്കെ അടച്ചു തുറന്നുകൊണ്ടിരിക്കണം. മരുന്ന് കണ്ണിൽ കൂടി ഒഴുകി പോകണം. അതാണ് അതിന്റെ ചികിത്സയുടെ രീതി. അപ്പൊ ഇന്ന് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്താന്ന് സംസാരിച്ചു, അത് കണ്ണിന്റെ ഏത് ഭാഗത്തിനെ എഫക്ട് ചെയ്യണു,
എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട്, അതെ. നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് സാധ്യതകളൊക്കെ നമ്മൾ ഒരു ബ്രീഫായി നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഏർലി ഡിറ്റക്ഷൻ ആണ് തോന്നുന്നു അല്ലേ നമ്മൾ ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെ. അതായത് പലപ്പോഴും ലക്ഷണങ്ങൾ കാണിക്കാതെ തന്നെ ഈ റെറ്റിനോപ്പതിക് ചേഞ്ചസ് നമുക്ക് റെറ്റിനയിൽ പ്രമേഹ കാണാൻ രോഗിയിൽ കഴിയും. അത് അവിടെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവാം അത് കാഴ്ചയെ ബാധിക്കുന്നതിന് അതെ. മുന്നേ. ആ സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിയാനും അത് ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിൽ വളരെ നമുക്ക് പ്രധാനമാണ്. കാഴ്ചയെ പ്രൊട്ടക്ട് ചെയ്യാം. കാഴ്ച വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതെ. അതുകൊണ്ട് തന്നെ ഈ കണ്ണിന്റെ രോഗങ്ങൾ, അതിൽ പിന്നെ നമ്മൾ സംസാരിച്ചത് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇതിനെ നിർണ്ണയിക്കാനും അതിന് വളരെ ഫലപ്രദമായി ചികിത്സ ചെയ്യാനുമുള്ള സൗകര്യം നമുക്കുണ്ട് ആയുർവേദത്തിൽ. അതെ. അപ്പൊ അത് പബ്ലിക്കിലേക്ക് എത്തേണ്ടത് ഒരു വലിയ കാര്യവുമാണത്. കാരണം ഇന്ന് പ്രമേഹം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വളരെ കേരളത്തിൽ വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ബെസ്റ്റായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന രോഗത്തിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വിവരങ്ങളും അതെങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം, ബെസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളൊരു ഐഡിയയും കിട്ടിക്കാണെന്ന് വിചാരിക്കണം. ഇനിയും ഇതുപോലുള്ള ടോപ്പിക്സുമായി ഞങ്ങൾ വരാം. നമസ്കാരം. താങ്ക് യു.